Hey, hello everyone, welcome back to my channel. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ കുറേ ആയി കണ്ടിട്ടല്ലേ, എന്താ പറയുക, ഒന്നും പറയണില്ല, അതാ നല്ലത്. ആ കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്കതൊരു വേറൊരു വീഡിയോ ആയിട്ട് ഇടാം. ഇപ്പോൾ തൽക്കാലം ഈ വീഡിയോ അതുകൊണ്ടുപോവാം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പെബുവിൻ്റെ നഴ്സറിയിൽ, പെബു കുട്ടീൻ്റെ നഴ്സറിയിൽ ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോവുക, അങ്ങനത്തെ പരിപാടി, അത് വിൽക്കുന്ന പരിപാടി, അങ്ങനെ എന്താ പേര് നിനക്ക് അറിഞ്ഞൂടാ അവർ ഇട്ടിരിക്കുന്നത്, അങ്ങനെ എന്തൊക്കെ പരിപാടികൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളോട് അതിന് കാണാൻ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. കാണാൻ മാത്രമല്ല, അത് വാങ്ങിക്കണം, വാങ്ങി കഴിക്കുക, അതൊക്കെയാണല്ലോ അവിടുത്തെ പരിപാടി. അവിടെ പോയാൽ അറിയാം നമുക്ക് എന്താണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട്. പിന്നെ അപ്പോൾ പെബുവിൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികൾക്കൊക്കെ പുഡിംഗ് ആണ് ഉണ്ടാക്കേണ്ടത്. അവർ പുഡിങ്ങും വേറെ ക്ലാസ്സിലെ കുട്ടികൾ അങ്ങനെ പലരും പല രീതിക്കാണ് നമുക്ക് അവിടെ പോയാൽ കാണാം. അപ്പോൾ പെബുട്ടി പുഡിംഗ് ആണ് ഉണ്ടാക്കി കൊണ്ടുവന്നത്. അപ്പോൾ അവന് പോകുമ്പോഴേക്കിനും അങ്ങോട്ട് എത്തണം, ഫോട്ടോ എടുത്തെടുക്കണം ഒക്കെ പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളുടെ ഇറങ്ങുകയാണ് 9:30 കഴിഞ്ഞ് 10 മണിയാകുമ്പോഴേക്കിനും അവിടെ എത്തണം. ഉമ്മാൻ്റെ വീട്ടുകാട്ടാണ് പോകുന്നത്, കുറച്ച് നടക്കാനല്ലേ ഉള്ളൂ, സ്പീഡിലാണ്ട് നടന്നെത്തും. അപ്പോൾ ഇനി മുതൽ ഇൻഷാ അല്ലാ ഒരു കോള് വന്ന്, ഇൻഷാ അല്ലാ ഇനി മുതൽ ഞാൻ ഓൺ വോയിസ് വീഡിയോ ആയിട്ട് വരണമെന്നാണ് വിചാരിക്കണേ. കാരണം ഇനി വീഡിയോ ഇടാണ്ടിരുന്നാൽ ശരിയാവില്ല, വീഡിയോ സ്ഥിരമായിട്ട് ഇടണം. അപ്പോൾ ഓൺ വോയിസ് വീഡിയോ ആയിട്ട് വന്നാലേ എനിക്ക് വീഡിയോ പെട്ടെന്ന് പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ നമുക്ക് മറ്റേ വീഡിയോയിൽ സംസാരിക്കാം. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം കേട്ടോ. ഉമ്മയും കുട്ടി അവിടെ എത്തിയിട്ടാ, അതായത് പാലിറങ്ങി പോയി അവിടെ എത്തിക്കുന്ന ആൾക്കാരുടെ പോണിട്ടാ. അപ്പം എനിക്കിനി നടന്ന് അങ്ങോട്ട് എത്തണം. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഉമ്മയും മോനും കൂടി ആദ്യം മുന്നിൽ നടന്നു വന്നിരുന്നു. നിങ്ങൾ നടന്നോളീന്ന് പറഞ്ഞതാണ് ഞാൻ. പക്ഷെ നടന്നതിന് ശേഷമാണ് ഞാൻ ഓർത്തത് എന്തെന്ന്, അല്ല വീഡിയോ എടുക്കണമല്ലോ, വീഡിയോ എടുത്തിട്ടില്ലെങ്കിൽ ഇനി വീഡിയോ എടുക്കലുണ്ടാവില്ല, അതെനിക്ക് ഉറപ്പാണ്. ഓൺ വോയിസിലൊരു വീഡിയോ എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ വീഡിയോ എടുക്കും, എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യലുണ്ടാവില്ല. അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ നിന്ന് പാവണം ഒറ്റക്ക് തന്നെ കുട്ടീനെ കയറി. നമുക്കെന്തായാലും കയറാം. അപ്പോൾ അവിടം വരെ നല്ല വെയിലാണ്, കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അവിടം വരെ വീട് വരെ ഉമ്മ കുട്ടീനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഉമ്മ കുഴഞ്ഞു പോകും. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക, പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് കുട്ടീനെ എടുക്കാം. വീഡിയോ പിന്നെ ഇനി അവിടെ എത്തുമ്പോഴേക്കും ഉമ്മാൻ്റെ അടുത്തുനിന്ന് ചീത്ത കേൾക്കും എന്നുള്ളത് നോക്കിയാൽ മതി. പറഞ്ഞ് ഞാൻ ഓടി ഇമ്മ ഒരു എളുപ്പമായി കൂടി വന്നിട്ടാ. എനിക്ക് തോന്നി ഇമ്മ അതിൽ കൂടി അവൻ വന്നിട്ടുണ്ടാവാന്ന്. എവിടെ ഞാൻ ഓടി വന്നിട്ട് ഉമ്മാൻ്റെ പൊടി കാണാൻ പറ്റില്ല. പിന്നെ ഞാൻ കഴിച്ചപ്പോൾ ഞാൻ നടന്ന് ഇതാ പോണ് ഗൈസ് പറഞ്ഞിട്ട് നടന്ന ആള് വീടെത്താനായി. എന്തായാലും ആളെ കൈ അറിഞ്ഞു പാടെ ഇളക്കിയിട്ടുണ്ടാവും. മോൻ നോക്കി പിന്നെ തന്നെ തിരിഞ്ഞ് നോക്കുന്നു. ഭയങ്കര കരച്ചിലേന്ന് പറഞ്ഞിട്ട് ഉമ്മ എന്നെ പുരാ ചീത്താട്ടാ. മാലിക്കോ എന്തിനാ കരഞ്ഞേ? നമ്മുടെ കുഞ്ഞുമണി എന്തിനാ കരഞ്ഞത്? കരഞ്ഞങ്ങള് കണ്ണൊക്കെ നഞ്ഞക്കണല്ലോ മച്ചോണേ. ഭയങ്കര കരച്ചിലേന്നാല കരഞ്ഞിട്ട് ഇങ്ങോട്ട് കണ്ണൊക്കെ നിറഞ്ഞിക്കണ. എന്തിനാ കരഞ്ഞേ? എന്താണ് ഗൈസ്, നമ്മളെ വല്യപ്പ ഇഷാനു ഒരേ ഡ്രസ് ഇല്ല. എന്താണിത്? ഇത് പേപ്പറാണ്. കരളാ കാർഡാ? എന്തൊക്കെയാണ് ഇപ്പത്? ഇത് എന്താണ് നിങ്ങളെ സ്കൂളില്? കരള് എന്ന് പറഞ്ഞത് കരളല്ല കേട്ടോ. ഇവിടെ എന്തിനാ കരള്? അത് കളറാണ് മൂപ്പര് ഉദ്ദേശിച്ചത്. മൂപ്പര് അങ്ങനെയാണ്, എല്ലാവരും തലകുത്തനെ പറയുള്ളൂ. മൂപ്പര് അങ്ങനെ ശീലിച്ചു പോയി, വേറെ ഒന്നുമല്ല. അപ്പം അതെ, ഈ തൊപ്പി എന്ന് പറയണത് മാമി ഉണ്ടാക്കിയതാണ് കേട്ടോ. അതൊക്കെ പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയതാണ്, സംഭവങ്ങളൊക്കെ പേപ്പർ വർക്കാണ് കേട്ടോ. മാസ്റ്റർ ഷെഫ് നവാഫ് ആരാണ്? എന്താണ് മസിൽ പിടിച്ചിരിക്കണ പഠിച്ചോനെ? പറയേ, ഇതെന്താന്ന് എനിക്കറിയില്ല. ആമയാണേ. അതാമ. ഇത് വഞ്ചി കണ്ണാട കിളി ഒക്കെ കിളി 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 കിളി
കിളീനെ പിടിച്ചാടാ, കിളീനെ പിടിക്ക്, കിളീനെ പിടിക്ക്. ഓല കൊണ്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത് ഞാൻ ഇവിടെ നിന്നാണ് മനസ്സിലാക്കിയത് കേട്ടോ. പിന്നെ അതേ അടുത്ത കലാപരിപാടി എന്ന് വെച്ചാൽ നമുക്ക് ഫ്ലവർ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. അതിന് കുറച്ച് വെള്ളേരിയും ബീട്രൂട്ടും ഉരുളങ്കിഴങ്ങും ഒക്കെ എടുത്ത് പെയിൻറ് ചെയ്തിട്ടുണ്ട്. അറിയാത്തതുകൊണ്ട് മാമി വീഡിയോ കോൾ ചെയ്തിട്ടാണ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് ലുക്ക് ഇതാണ് എനിക്ക് ഇഷ്ടമായിട്ടത്. ഇത് മാമൻ്റെ മോൻക്കുള്ളതാണ് കേട്ടോ. ഇതും പിന്നെ ഓല കൊണ്ട് ഉണ്ടാക്കിയില്ലേ അതൊക്കെ. അങ്ങനെ നമ്മൾ പെബുനെ കൊണ്ടാക്കാൻ പോകുമ്പോൾ സ്കൂൾ കുട്ടികൾ അവനെ കണ്ടിട്ട് ഇങ്ങനെ കൈ കാണിച്ച് ഹായ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവനെ കൊണ്ടാക്കാൻ പോവുകയാണ്. ഫുഡ് ഫെസ്റ്റ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓല കൊണ്ട് തന്നെയാണ് അവരും ഡെക്കറേഷൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ പോയി നഴ്സറിയിൽ ഉള്ളിൽ കയറിയപ്പോൾ പല ഡ്രസ്സിങ്ങിലായിരുന്ന പല കുട്ടികളും ഉണ്ടായിരുന്നത്. അവരുടെ പരിപാടിക്ക് അനുസരിച്ചിട്ടുള്ള ഡ്രസ്സിങ് ആയിരുന്നു അവർ മാമി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് പെബുവിൻ്റെ കോട്ട് ഉണ്ടാക്കിയെടുത്തതെന്നുള്ളത് ടീച്ചർമാർക്ക് മനസ്സിലായിക്കണേ. അതുകൊണ്ട് തന്നെ പെബൂട്ടിനെ മാറ്റി ഇരുത്തിയിരുന്നു. കാരണം പേപ്പർ വർക്കല്ലേ, കൈയൊക്കെ കൊണ്ട് കേട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ മക്കളെല്ലാവരും കൂടി ഇരിക്കുന്ന കാണുമ്പോൾ കുട്ടിക്കാലത്തേക്ക് വെറുതെ ഒന്നാണ്ട് പോവാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ തന്നെ പോയി വീട്ടിൽ നിന്ന് തിരിച്ച് വന്നതാണ് കേട്ടോ. ഇതാണ് പെബുവിന് ഉണ്ടാക്കിയ പുഡിങ്, ഫ്രൂട്ട് പുഡിങ് ആയിരുന്നു. അത് സ്കൂളിൽ കൊണ്ടുവന്ന് കൊടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വീണ്ടും വന്നത്. അപ്പോൾ അത് ചെറിയ ചെറിയ ഡെക്കറേഷൻ പരിപാടികളൊക്കെ ഉള്ളിൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വീഡിയോ എടുക്കാൻ അലൗഡ് അല്ല, അതിൻ്റെ ടൈം ആവുമ്പോഴെന്നാണ് പറഞ്ഞത്. നമ്മൾ മാലിക്കിനെ ഡോക്ടറെ കാണിക്കാൻ പോകണ്ട. മാലിക്കിന് ചെവി ഭയങ്കര വേദന, ചെവിയിൽ നീര് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കാണിക്കണം. പിന്നെന്താണ് മാലിക്കോ ഇടയ്ക്കിടയ്ക്ക് മുപ്പർക്ക് മുറിഞ്ഞ് പനിക്കുന്നുണ്ട്. കുറേ കാണിച്ചാണ് നമ്മൾ. ഒന്നുകൂടി കാണിക്കണം. നമ്മൾ കൂടുതൽ ദൂരമൊന്നും പോകണ്ട, കുറച്ച് കൊണ്ട് നടന്ന് വന്നാൽ നമ്മളെ ഫിഷറീസ് ഹോസ്പിറ്റലുണ്ട് അവിടെ കേട്ടോ, ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ നമ്മൾ അപ്പം അങ്ങോട്ടാണ് പോണത് മാലിക്കിനെ കാണിക്കാൻ. ഇവിടെ അടുത്ത് തന്നെ കൂടുതൽ പോകുന്നു വേണ്ട, കുറച്ച് നടന്ന് അവിടെ അടുത്ത് തന്നെ ഫിഷറീസ് ഹോസ്പിറ്റലുണ്ട്, അവിടേക്കാണ് നമ്മൾ പോണത് മാലിക്കുനെ കാണിക്കാൻ. അല്ലേ മാലിക്ക്, മാലിക് ബേബി നമ്മളെടുക്ക പോണേ, ഡോക്ടറെ കാണിക്കാൻ പോവാണേ. ഹോസ്പിറ്റലിൻ്റെ അടുത്ത് വലിയൊരു ഗ്രൗണ്ടാണ് കേട്ടോ. അവിടെ രണ്ട് മൂന്ന് ദിവസം മഴയായിരുന്നല്ലോ. അപ്പോൾ ഇന്നൊരു വെയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. നമ്മളിവിടെ ഇങ്ങനെയൊക്കെ തന്നെയാണ്, പക്ഷേ ഗ്രൗണ്ടില്ലെന്നേ ഉള്ളൂ. അപ്പോൾ നട്ടുച്ച വെയിലായിരുന്നു കേട്ടോ. അതാണ് ഞങ്ങളെ നിഴൽ കാണുന്നത്. ഒരു നൊസ്റ്റോളജി ഫീലിങ്ങിന് വക ഉണ്ടല്ലോ എന്നും കരുതി കാക്കകൾ കുളിക്കുന്ന കണ്ടപ്പോൾ ക്യാമറ എടുത്ത് പൊന്തിച്ചപ്പോൾ കാക്കകളൊക്കെ എണീറ്റ് നിന്നിട്ടാ. അങ്ങനെ നമ്മൾ ലീസ്റ്റൊക്കെ എടുത്ത് ഡോക്ടറെ കാണിച്ച് പിന്നെ മരുന്നിനുള്ള വരി നിൽക്കലായി. എന്താ ഇവിടെ തിന്നണേ? മാമി എൻ്റെ കൂടെ വന്നതല്ല കേട്ടോ. മാമി ഇവിടെ ഉണ്ടായിരുന്നു, ലീസ്റ്റ് എഴുതാനൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് മാമി. അങ്ങനെ കുറേ മരുന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ കാക്ക വീണ്ടും കുളിക്കുന്നു. വീഡിയോ എടുത്ത് പൊന്തിക്കുമ്പോൾ കാക്കകൾ എണീറ്റ് പോവുക. കാക്കകൾക്കും ഉണ്ടാവില്ലേ കുറവൊക്കെ. ഡോക്ടറൊക്കെ കാണിച്ച് വന്നിട്ടാ കയ്യിലേന്ന് മരുന്ന് സാധനങ്ങളൊക്കെ. അപ്പം അവിടെ ഉമ്മ വെയിലത്ത് ഇങ്ങനെ കുറേ കവറുകൾ ഉണക്കുന്നുണ്ട്. ഏതോ ഒരു ഉമ്മാൻ്റെ അടുത്ത് കവറൊക്കെ വാങ്ങി കയ്യിൽ പിടിച്ചു. ഞാൻ വന്ന പാടെ ചോദിക്കുന്നൊരു കാര്യമാണ്, കുഞ്ഞിമ്മ പുഡിങ് മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ടാവും കുറച്ച് വേറെ പാത്രത്തിൽ ഉണ്ടാക്കിയിട്ട് എന്ന്. ആളില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കണ്ടിരിക്കുന്ന ഒരു വലിയൊരു പ്ലേറ്റിൽ കുറച്ച് കൊണ്ടുവന്ന് വന്നിരിക്കണേ ടേസ്റ്റ് നോക്കാൻ. സംഭവം ടേസ്റ്റ് ചെയ്യുന്നത് മിക്സഡ് ഫ്രൂട്ട്സ് ആയിരുന്നു. അങ്ങനെ അതൊക്കെ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ മക്കളായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മാലിക്കുമോന് ഭയങ്കര കരച്ചിലിട്ടാ. ഇതവൻ തോണ്ടുന്നത് കൊണ്ടാ പിച്ചുന്നത് കൊണ്ടോ ഒന്നും അല്ലട്ടാ കരയുന്നത്. കുശുമ്പാണ് മക്കളെ, കുശുമ്പ്. നാച്ചുകുട്ടീൻ്റെ മടിയിലിരിക്കുന്നതിൻ്റെ കുശുമ്പാണ് എനിക്ക്. ഷിയമോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഷിയമോളെ മടിയിലാണ് മോൻ ഇരുന്നിരുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ മടിക്ക് വരണം. ഒരാൾ ഇരിക്കുന്നുണ്ടല്ലോ, അതിനുള്ള അസൂയാണ്, അല്ലാണ്ടൊന്നുമില്ല. എന്നാലും എൻ്റെ കുട്ടി കുറേ കരഞ്ഞ് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ ഒന്ന് വരാൻ വേണ്ടിയിട്ട്. കണ്ട ഇപ്പം എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞത് സത്യമായില്ലേ? മൂപ്പർക്ക് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഓക്കെ ആയിട്ട്. അപ്പോൾ കരച്ചിലുമില്ല, ഭയങ്കര ചിരി. നാച്ചോടേക്ക് ഉമ്മ വെച്ച് തഴുകുന്നുണ്ട് കേട്ടോ. ആളിപ്പോൾ ഓക്കെയാണ്, ആൾക്ക് കുഴപ്പമൊന്നുമില്ല.
കുഞ്ഞു മക്കളെ ഇങ്ങനെയൊക്കെ കുസൃതി കാണിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ, നമ്മളും ഈ പ്രായത്തിൽ ഇങ്ങനെ ആയിരുന്നു. കലാപരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് മേലൊക്കെ ഒന്ന് കയറിയതാണ് കേട്ടോ. കുഞ്ഞുങ്ങൾ കുറച്ച് റോസാ ചെടി വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് നോക്കാൻ. അങ്ങനെ അതൊക്കെ വന്ന് നോക്കുകയാണ്. നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മളിങ്ങനെ പുറത്തുനിന്ന് വാങ്ങിച്ചാൽ പൂ വിരിയുമ്പോൾ അതേ പൂവൊന്നുള്ളത് കിട്ടൂലെന്ന്. അപ്പോൾ ജസ്റ്റ് ഞാനതൊന്ന് നോക്കാൻ വേണ്ടി കയറിയതായിരുന്നു. സംഭവം വാങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന പൂ തന്നെയാണ് പിന്നീട് വിരിഞ്ഞപ്പോഴും ഉണ്ടായത് കേട്ടോ. അപ്പൊ ഗൈസ് നമ്മള് പോവുകയാണേ. എങ്ങട്ടാ പോണേ? നമ്മള് ഫുഡ് ഫെസ്റ്റ് ആണ് കേട്ടോ. ഇന്ന് നമ്മൾ രാവിലെ പറഞ്ഞില്ലേ പെബുട്ടിന്റെ നഴ്സറിയില് ഫുഡ് ഫെസ്റ്റ് ആണ്. അപ്പൊ അങ്ങോട്ട് 2 മണിക്കാണ് സ്റ്റാർട്ടിങ്. അപ്പൊ നമ്മള് കാണാനും വാങ്ങാനും കഴിക്കാനും എല്ലാത്തിനും കൂടി പൊggയാണ്. ഷിയമോള് ഫുഡൊക്കെ കിട്ടുന്ന പറഞ്ഞപ്പോ ആദ്യം വന്ന് ഹാജരായിട്ടുണ്ട് കേട്ടാ. നാച്ചുമണി എങ്ങട്ടാ? കാക്കുന്റെ നഴ്സറിക്ക് പോവാണ്. മറ്റാള് ഓടിപ്പടഞ്ഞിട്ട്. നമ്മൾ കയറി ചെല്ലുന്ന ഭാഗത്ത് തന്നെ വെൽക്കം ഡ്രിങ്ക്സ് ആയിരുന്നു കേട്ടോ. അത് ഏകദേശം ഫില്ലായിട്ടുണ്ടായിരുന്നു നമ്മളവിടെ എത്തിയപ്പോഴേക്കിനും. അത് കഴിഞ്ഞാൽ പിന്നെ നേരെ നോക്കുന്നത് പൊരിക്കടികളായിരുന്നു. സമൂസ, പഴംപൊരി, ഉള്ളിവട, ബർഗർ, കുഴിയപ്പം, നെയ്യപ്പം, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പത്തിരി, പുട്ട്, പൂള, പല ഐറ്റം പത്തിരി തന്നെ ഉണ്ടായിരുന്നു. ഉപ്പുമാവ്, അങ്ങനെ ചപ്പാത്തി, പൂരി, അതുക്കുള്ള കറികൾ അതൊന്നും ആരും തൊട്ടിട്ടില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഉച്ച ടൈമാണ്, ഭക്ഷണം കഴിഞ്ഞ് വരുന്ന ടൈമാണ്. ചിക്കൻ പൊരിച്ചത്, ബീഫ്, പല ഐറ്റം സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അതാണെങ്കിൽ രാവിലെയൊക്കെ ആയിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു. ചായ ഒന്നും കുടിക്കാണ്ട് വരുന്നവർക്കൊക്കെ സിമ്പിളായിരുന്നു. പക്ഷെ അത് ചോറ് വെച്ച് കഴിഞ്ഞതിന് ശേഷം വരുന്ന ആരനെ അതൊന്നും അത്ര മൂവിങ് ആയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ വന്ന ടൈമിൽ. പിന്നെ ഉണ്ടായിരുന്നത് പുഡിങ് ആയിരുന്നു. പുഡിങ് ഒരുപാട് ഐറ്റം പുഡിങ് ഉണ്ടായിരുന്നു കേട്ടോ. പല പുഡിങ്ങും, സേമിയ പുഡിങ് മാത്രമായിരുന്നു. നല്ല രസമുണ്ട് കാണാൻ, എന്നാലും അത് അത്ര മൂവ് ആയിട്ടുണ്ടായിരുന്നില്ല. പുഡിങ്ങാണ് നമ്മളിപ്പോൾ പുട്ടിക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്തത് കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയ ഒരു സംഭവമായിരുന്നു ഈ കാണുന്നത്. കായ് കുറച്ച് പള്ള നിറച്ച് ഉളുപ്പില്ലേ കടം പറഞ്ഞു പോകാൻ, അങ്ങനെ ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചത് അതായിരുന്നു. പിന്നെ നമ്മൾ കാണുന്നത് കേക്കിൻ്റെ സെക്ഷനാണ്. കേക്ക് എന്ന് വെച്ചാൽ ഒരുപാട് തരം കേക്കുകൾ ഉണ്ടായിരുന്നു കേട്ടോ. കായ്പോള, ഇറച്ചി കേക്ക്, എനിക്ക് പറയാൻ അറിഞ്ഞൂടാ, അത്രയധികം കേക്കുകൾ ഉണ്ടായിരുന്നേ. പിന്നെ അപ്പുറത്തുള്ളത് പായസങ്ങളായിരുന്നു. എനിക്ക് സങ്കടം വന്ന പായസം കണ്ടിട്ടാണ്. എന്തോരം ഐറ്റം പായസങ്ങളാണെന്ന് അറിയോ, പക്ഷെ ഒരു തരി കുടിച്ചേക്കാൻ പറ്റിയില്ല, വയറ് ഫുള്ളല്ലായിരുന്ന. അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് എഴുതി വെച്ചിട്ട്. പിന്നെ ഉള്ളത് ഉപ്പിലിട്ട ഐറ്റംസ് ആയിരുന്നു. പല ഐറ്റം ഉപ്പിലിട്ടതുണ്ടായിരുന്നു. നമ്മളെ ആദ്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതൊക്കെ ഒന്ന് നിരീക്ഷിക്കുക, വീക്ഷിച്ച് കാണുക, എല്ലാതും ഒന്ന് കണ്ട് മനസ്സിലാക്കുക എന്നുള്ള സെക്ഷനായിരുന്നു. അപ്പം ഞാനിങ്ങനെ ചെറപറാഞ്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ മാത്രമുള്ളൂ ഇവിടെ, വേറെ ആരുമില്ല എന്ന്. പക്ഷെ അല്ലട്ട്, ആ റൂം നിറഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ ശരിക്കും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പെബുട്ടി പറഞ്ഞ് കേക്ക് വേണം എന്ന് പറഞ്ഞ പിന്നെ ഞങ്ങൾ വാങ്ങി കഴിക്കുന്ന സെക്ഷനായിരുന്നു. അങ്ങനെ പെബുട്ടിക്ക് ആദ്യം കേക്ക് വാങ്ങിച്ചു കൊടുത്തു. അവൻ നുള്ളിപ്പിറക്കി പിന്നെ ഒഴിഞ്ഞ് മാറി നിന്ന് ടേസ്റ്റ് ചെയ്യലൊക്കെ ആയിരുന്നു അവൻ്റെ പരിപാടി. ആ കേക്ക് എന്തായാലും പൊളിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഉപ്പിലിട്ടത്, ഞങ്ങളെല്ലാം ഷിയമോൾ ഉപ്പിലിട്ടത് വാങ്ങിങ്ങാണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതും കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഓരോന്ന് ഇങ്ങനെ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കുൽഫി പുഡിങ്ങോ അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ. ബൂസ്റ്റ് പുഡിങ്ങോ കുൽഫി പുഡിങ്ങോ എന്തായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതിലുണ്ടല്ലോ മേലെ നട്ട്സൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഷിയമോളാണ് കേട്ടോ പറഞ്ഞത് നമുക്കൊന്ന് വാങ്ങി നോക്കാൻ, ടേസ്റ്റ് ചെയ്ത് നോക്കാന്ന്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബ്രോസ്റ്റഡ് ചിക്കൻ ആയിട്ട് ഒരാൾ തന്നെ ടേസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട്, അതൊക്കെ ഞാൻ ഒരുപാട് ടേസ്റ്റ് ചെയ്ത സാധനങ്ങളായിരുന്നു. എന്നാലും ഇങ്ങനെ കിട്ടുമ്പോൾ ഒരു രസമാണ് അതന്നെ, അങ്ങനെ തന്നെ. അങ്ങനെ പിന്നെ ആ കാലി ഷിയമോൾ കുറേ നക്കി തുടച്ച് പിന്നെ ഞാൻ നക്കി തുടക്കലായി. അങ്ങനെ എൻ്റെ നക്കി തുടക്കലും കഴിഞ്ഞ് പിന്നെ അവൾക്കൊരു പൂതി സേമിയ പുഡിങ് കൂടി ടേസ്റ്റ് നോക്കാന്ന്. അങ്ങനെ അതും നോക്കി പിടിച്ച് എല്ലാം കഴിഞ്ഞ് ഇനി ടേസ്റ്റ് നോക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാ. അപ്പം അതേ ഇപ്പോൾ ബുട്ടി വന്നിക്കണേ ചോളാപ്പൊരി. അപ്പോൾ വേണ്ട നീ തന്നെ തിന്നോന്നും പറഞ്ഞ് പാവല്ലേ കുട്ടികളല്ലേ, ആര് അങ്ങനെ ഒഴിവാക്കിയിട്ടാ. മോൻ എന്നെ തിന്നോന്ന് പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. ഇനി ഞങ്ങൾ പോകാൻ പോകുന്നത്, ഞങ്ങൾക്ക് നാളെ ഒരു കല്യാണം ഉണ്ട്, പക്ഷെ എനിക്ക് പോകാൻ പറ്റൂല. അപ്പം ഞങ്ങൾ വിചാരിച്ച് തലേന്ന് ഒന്ന് പോയി കണ്ടുവരാൻ. ആപ്പാപ്പാൻ്റെ മോളെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ അതിനും വേണ്ടിയിട്ട് വണ്ടി കാത്തു നിൽക്കലാണ് ഇത്. ഞങ്ങൾ ഡ്രസ്സൊക്കെ വീണ്ടും മാറിയിട്ടാണ്. ഞങ്ങൾ സുന്ദരന്മാരായില്ലേ, സുന്ദരനും സുന്ദരിയും, നല്ല രസമില്ലേ കാണാൻ. അങ്ങനെ ഇഷ്യൂ പോയിട്ട് ഞങ്ങൾക്ക് വണ്ടിയൊക്കെ വിളിച്ചു
തിരിച്ച് കൊണ്ടുവന്ന് തന്ന്. അങ്ങനെ ഞങ്ങൾ ഓട്ടോ കിട്ടി. ഓട്ടോയിൽ പോയി എത്തിയത് കറക്റ്റ് നിക്കാഹ് കഴിഞ്ഞിട്ട് ചെക്കൻ മഹർ കെട്ടാൻ വരുന്ന ടൈമിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് അതൊക്കെ ഒന്ന് കാണാൻ പറ്റി. അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞ് അവരെ ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ ചായ കുടിച്ചു. ചായക്ക് പൊറോട്ട, ബീഫ് കറി, ചിക്കൻ കറി പൊരിച്ചത്, അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അതൊക്കെ കഴിച്ച് വേഗം തിരിച്ചു പോന്ന്. നമ്മൾ രാത്രിക്കത്തെ പരിപാടിക്ക് നിന്നിട്ടില്ല കേട്ടോ. അവിടെ രാത്രി മദ്രസ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു, പക്ഷെ അതിന് നിന്നിട്ടില്ല. നമ്മൾ വേഗം പോന്നിട്ടുണ്ടായിരുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.